അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 49 മുതൽ 61-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗം ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. സൂത ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ വ്യാസസ്യാമിത തേജസാ പ്രത്യുവാച മഹാതേജ ശുകശ്ചാരണി സംഭവ. ദംഭോയം കില ധർമാത്മൻ ഭാതി ചിത്തേ മമാധുനാ. ജീവൻ മുക്തോ വിദേഹശ്ച രാജ്യം ശാസ്തി മുദാന്വിത. വന്ധ്യാപുത്ര ഇവാ ഭാതി രാജാസോ ജനകപിത. കുർവൻ രാജ്യം വിദേഹ കിം സന്ദേഹോയം മമാദ്ഭുത. ദ്രഷ്ടുമിച്ഛാമ്യഹം ഭൂപം വിദേഹം നൃപസത്തമം. കഥം തിഷ്ഠതി സംസാരേ പത്മപത്രമിവാംഭസി. സന്ദേഹോയം മഹാംസ്താത വിദേഹേ പരിവർത്തത്തെ. മോക്ഷ കിം വദതാം ശ്രേഷ്ഠ സൗഗതാനാമിവാപര. കഥം ഭുക്തമഭുക്തം സ്യാദകൃതം ച കൃതം കഥം. വ്യവഹാര കഥം ത്യാജ്യ ഇന്ദ്രിയാണാം മഹാമതേ. മാതാപുത്രസ്തഥാ ഭാര്യ ഭഗിനി കുലടാ തഥാ. ഭേദാഭേദ കഥം ന സ്യാദ്യേതന്മുക്തതാ കഥം. കടുക്ഷാരം തഥാ തീക്ഷ്ണം കഷായം മിഷ്ടമേവ ച. രസന യദി ജാനാതി ഭുക്തേ ഭോഗാനനുത്തമൻ. ശീതോഷ്ണ സുഖദുഃഖാദി പരിജ്ഞാനം
യദാ ഭവേൽ മുക്തതാ കീദൃശീ താത സന്ദേഹോയം മമാദ്ഭുത ശത്രുമിത്രപരിജ്ഞാനം വൈരം പ്രീതികരം സദാ വ്യവഹാരേ പരേ തിഷ്ഠൻ കഥം ന കുരുതേ നൃപ ചോരം വാ താപസം വാപി സമാനം മന്യത്തെ കഥം അസമാ യദി ബുദ്ധി സ്യാന്മുക്തത തർഹി കീദൃശി ദൃഷ്ടപൂർവോ നമേ കശ്ചിൽ ജീവന്മുക്തശ്ച ഭൂപതി ശങ്കേയം മഹതീ താത ഗൃഹേ മുക്ത കഥം നൃപ ദിദൃക്ഷാ മഹതീ ജാത ശ്രുത്വാ തം ഭൂപതിം തഥാ സന്ദേഹ വിനിവൃത്യർത്ഥം ഗച്ഛാമി മിഥിലാം പ്രതി. ശ്രീ ജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ഷോഡശോധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 49 മുതൽ 61 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമിത തേജസ്വിയായ വ്യാസവാണി കേട്ട നേരം അരണിജനായ ശുകൻ ഏവം പറഞ്ഞു, ഇതു ഭോഷ്കാണെന്നാണു എന്നുടെ അഭിപ്രായം താത. ജീവൻ മുക്തൻ മോദേന രാജ്യം ഭരിക്കുന്നു. ജനകനോ വന്ധ്യാപുത്രൻ പോലെയത്രേ വിദേഹനോ രാജ്യം ഭരിക്കുന്നുവെങ്കിൽ അത്ഭുതം തന്നെ. വിദേഹനെ കാണാൻ മോഹം വെള്ളത്തിൽ പത്മപത്രം പോൽ. വിദേഹനെങ്ങിനെ സംസാരത്തിൽ ജീവിപ്പൂ. വിദേഹൻ എന്നതിൽ പോലും സംശയമുണ്ടെനിക്കെന്റെ വിജ്ഞാനിയാം താതാതവ വക്കീലൊക്കെയും. ബൗദ്ധർക്കു ശരീരനാശമാണല്ലോ മോക്ഷമെന്നതും അതിനാലാണോ ഇദ്ദേഹം വിദേഹനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അനുഭവിച്ചതെങ്ങിനെ അനുഭവിക്കാത്തതാകും. ചെയ്തതേതോ വിധത്തിൽ ചെയ്യാത്തതായിടും. അനുഭവം തന്നെ വ്യാവഹാരികമാം ജീവിതവും. ഇന്ദ്രിയ വ്യാപാരമേതു വിധം ത്യജിക്കും. അമ്മ മകൻ ഭാര്യ വേശ്യ ഈ വിധത്തിൽ ഭേദബുദ്ധി ഇങ്ങനെയില്ലാതായിടും എന്നതു ചൊല്ലൂ. ഈ ദേഹബുദ്ധിയുണ്ടെങ്കിൽ മുക്തിയേതു വിധം നേടും എന്നതും മമ പിതാവേ പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി,
അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പുളിയുപ്പ മധുരവും ചവർപ്പും എരിവുമെല്ലാം രസനയനുഭവിച്ചാൽ ഭോഗമെന്നർത്ഥം. ശീതം ഉഷ്ണം സുഖ ദുഃഖ ദ്വൈതമെങ്കിൽ അച്ഛാ പിന്നെ മുക്താവസ്ഥ ഏതു വിധം എന്നൻ സംശയം. വ്യാവഹാരിക ജീവിതം തന്നിൽ കഴിയുന്ന രാജൻ ശത്രുമിത്രാദികളെ തിരിച്ചറിയുമ്പോൾ വൈരത്തെ എപ്പോഴും പ്രീതികരമായി കാണുന്നില്ല. ഇക്കാര്യത്തിൽ മമ മനം സംശയിക്കുന്നു. കള്ളനും താപസൻ താനും തുല്യമെന്ന ഭാവം കഥം? സമാന ചിന്തയില്ലെങ്കിൽ മുക്തിയെവിടെ? ജീവൻ മുക്തനാം രാജനെ ഞാൻ കണ്ടിട്ടില്ലിതുവരെ. ഗൃഹസ്ഥനു എങ്ങനെ ജീവൻ മുക്തനാകാം? ജീവൻ മുക്തനാണു ജനകനെന്നു കേട്ടതിനാലെ വിധിയിലേക്കു പോകുന്നു ഞാൻ ഇന്നിപ്പോൾ തന്നെ. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണ തിലകം ശ്രീവ്യാസ സാരസ്വതം. ദേവി വാഴുക എന്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ലോകാംബികേ. വീഴുന്നു നാമാംബികേ. അമ്മയെ അറിയാൻ എന്ന ദേവി ഭാഗവത ജ്ഞാനയജ്ഞം അനസ്യൂതം ഭഗവതിയുടെ കരുണാ കടാക്ഷങ്ങളെ കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇന്ന് പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 49 മുതൽ സമാപന ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ ശുകന്റെ അടുത്ത് വേദവ്യാസൻ ഈ ഉള്ളിലുള്ള ജ്ഞാനത്തെ നീക്കാൻ ജീവൻ മുക്തനായ മിഥില രാജാവ് സാക്ഷാൽ ജനകനെ പോയി കാണാനും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാനും പറയുന്നു. ഇപ്പൊ രാജാവ് ജീവൻ മുക്തനാണെന്ന് കേട്ടപ്പോ ശുകന് വലിയ സംശയം ഉണ്ടായി എന്ന് പറയുകയാണ് സൂതൻ. സൂതൻ പറയുന്നു, തക്ഷുത്വാ വചനം തസ്യ വ്യാസസ്യാമിത തേജസ പ്രത്യുവാച മഹാതേജ ശുകശ്ചാരണി സംഭവ. അമിത തേജസ്വിയായ വ്യാസസ്യ അമിത തേജസ. അമിത തേജസ്വിയായ വ്യാസന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് പ്രത്യുവാച മഹാതേജ,
അവിടെ അമിത തേജസ്സാണെങ്കിൽ ഇവിടെ മഹാതേജസ്സാണ് ശുകൻ പുത്രൻ. അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു, അരണി സംഭവ ശുക. അരണിയിൽ നിന്ന്, അരണിജനായിരിക്കുന്ന അരണിയിൽ നിന്ന് പിറന്ന ശുകൻ മറുപടി പറഞ്ഞു, ദംഭോയം കില ധർമാത്മൻ ഭാതി ചിത്തേ മമാധുന. ഇത് വെറും ദംഭാണ്, ഇത് വെറും ഭോഷ്കാണ്, നുണയാണ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ജീവൻ മുക്തോ വിദേഹശ്ച രാജ്യം ശാസ്തി മുദാന്വിത. ജീവൻ മുക്തനായ വിദേഹൻ സന്തോഷത്തോടുകൂടി രാജ്യം ഭരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇതൊരു നുണയാണ്. കാരണം വന്ധ്യാപുത്ര യുവാഭാതി രാജാസൗ ജനക പ്രീത കുറുവൻ രാജ്യം വിദേഹക്യം സന്ദേഹോയം മമാത്ഭുത. അച്ഛനോട് ചോദിക്കുകയാണ്, ഈ ജനക മഹാരാജാവ് വന്ധ്യാപുത്രനെ പോലെയാണ് അല്ലെ, വിദേഹൻ രാജ്യം ഭരിക്കുക. അതെങ്ങനെയാ? അത്ഭുതമാണ്. ഇതിലെനിക്ക് പല പല സംശയങ്ങളുമുണ്ട് എന്ന് പറയുകയാണ് ശുകൻ. എനിക്ക് ഇതേക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ദ്രഷ്ടുമിച്ഛാമ്യഹം ഭൂപം വിദേഹം നൃപസത്തമം കഥം തിഷ്ഠതി സംസാരേ പത്മപത്രമിവാംഭസി. നൃപസത്തമനായിരിക്കുന്ന ആ ജനക മഹാരാജാവിനെ, വിദേഹ രാജാവിനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം വെള്ളത്തിലെ താമരയില പോലെ എങ്ങനെയാണ് ഈ സംസാരത്തിൽ ജീവിക്കുന്നത്? വെള്ളത്തിലെ താമരയില വെള്ളത്തിലാണെങ്കിലും അതിൽ വെള്ളം നിൽക്കില്ല അല്ലെ, താമരയിലയില്. ഇതേപോലെ എങ്ങനെയാണ് അദ്ദേഹം ഈ സംസാരത്തിൽ ജീവൻ മുക്തനായിട്ടിരിക്കുന്നത്? സന്ദേഹോയം മഹാംസ്താത വിദേഹേ പരിവർത്തതേ മോക്ഷയ്ക്കും വദതാം ശ്രേഷ്ഠ സൗഗതാനാം ഇവാപര. വിജ്ഞാനിയായ അച്ഛാ, വിദേഹൻ എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ബൗദ്ധർക്ക് ശരീരനാശമാണ് മോക്ഷം. ആ അർത്ഥത്തിലാണോ വിദേഹൻ എന്ന് പറഞ്ഞത്? അപ്പോ വിദേഹനാവും അല്ലെ? ശരീരം നശിക്കുമ്പോ ബൗദ്ധ ചിന്താഗതിയുള്ള ആളുകൾക്ക് മുക്തി കിട്ടി, മോക്ഷം കിട്ടി എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ അദ്ദേഹം വിദേഹനായത്, ദേഹമില്ലാത്തവനായിട്ട് തീർന്നത്? കഥം ഭുക്തം അഭുക്തം സ്യാദാകൃതം ചകൃതം കഥം. അനുഭവിച്ചത് എങ്ങനെ അനുഭവിക്കാത്തതാവും? കഥം ഭുക്തം അഭുക്തം. അതേപോലെ എങ്ങനെയാണ് അകൃതം ചകൃതം കഥം? ചെയ്യാത്തത് എങ്ങനെയാണ് ചെയ്യാത്തതാവുക? ചെയ്തത് എങ്ങനെ ചെയ്യാത്തതാവുക? അനുഭവങ്ങൾ നിറഞ്ഞതാണ് ഈ വ്യാവഹാരികമായിട്ടുള്ള ജീവിതം. ഈ സംസാരം അനുഭവങ്ങൾ ചേർന്നതാണ്. ആ സ്ഥിതിക്ക് ഇന്ദ്രിയ വ്യാപാരം എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു? ജീവൻ മുക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കണം. ഇദ്ദേഹം രാജ്യം ഭരിക്കുന്നു. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ ഇത് സാധിക്കുന്നു? മാതാ പുത്ര തഥാ ഭാര്യ ഭഗിനി കുലട തഥാ. അമ്മ, മകൻ, ഭാര്യ, സഹോദരി, വേശ്യ, ഈ ഭേദങ്ങൾ, ഈ ഭേദബുദ്ധി ഇല്ലാതിരിക്കുന്നത് എങ്ങനെ? ഭേദാഭേദ കഥം നസ്യാൽ യദ്യേതൻ മുക്തതാ കഥം. അപ്പൊ വ്യാവഹാരികമായിട്ടുള്ള ജീവിതത്തിൽ ഇത് ഒഴിച്ചുകൂടാത്തതാണ്. ഈ ഭേദബുദ്ധി ഉണ്ടെങ്കിൽ മുക്തി കിട്ടില്ല. ഇതില്ലാതെ എങ്ങനെ ഒരു രാജാവിന് രാജ്യം ഭരിക്കാൻ സാധിക്കും? കടു ക്ഷാരം തഥാ തീക്ഷ്ണം കഷായം മിഷ്ടമേവ ച രസനാ യതി ജാനാതി ഭുങ്ക്തേ ഭോഗാൻ അനുത്തമൻ. ഇപ്പോ എരിവ്, ക്ഷാരം പുളി, അതേപോലെ തഥാ തീക്ഷ്ണം കഷായം മിഷ്ടമേവ ച. അപ്പോ എരിവ്, പുളി, ഉപ്പ്, ചവർപ്പ്, മധുരം എന്നിങ്ങനെയുള്ള രസങ്ങളെ നാവ് അറിയുന്നുണ്ടെങ്കിൽ ആ നാവ് ഭോഗങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ ഇത് സാധിക്കുന്നു? ശീതോഷ്ണ സുഖ ദുഃഖാദി പരിജ്ഞാനം യഥാഭവേൽ. അച്ഛാ, എന്റെ ഏറ്റവും വലിയ സംശയം, സന്ദേഹോയം മമാത്ഭുത, അത്ഭുതകരമായ ഒരു സംശയം എന്നുള്ളത് ഒരു ശീതം ഉഷ്ണം, തണുപ്പ് ചൂട്, സുഖം ദുഃഖം, ഇതിൽ വിവേചനം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരാൾക്ക് എങ്ങനെയാണ് മുക്താവസ്ഥ സംഭാവ്യമാകുന്നത്? മുക്തന് ഇതൊന്നും ഉണ്ടാവില്ല. രാജാവിന് ഇതൊന്നും ഇല്ലാതെ രാജ്യം ഭരിക്കാനും സാധിക്കണില്ല. അപ്പൊ അച്ഛൻ പറയുന്നത് ഇദ്ദേഹം രാജാവാണ്, ഇദ്ദേഹത്തിന്റെ രാജാവാണ്, ഇദ്ദേഹം ജീവൻ മുക്തനാണ്. ഇതെങ്ങനെ രണ്ടും കൂടി സംഭവിക്കും? ശത്രുമിത്ര പരിജ്ഞാനം വൈരം പ്രീതികരം സദാ. വ്യാവഹാരികമായിട്ടുള്ള ജീവിതത്തിൽ എന്തുകൊണ്ട് ശത്രുക്കളെ, മിത്രാദികളെ തിരിച്ചറിയുന്നതിലുണ്ടാകുന്ന വൈരത്തെ എപ്പോഴും
പ്രീതികരമായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ അത് പ്രീതിയാവാറില്ലേ? ഈ ദ്വൈതമുണ്ടെങ്കിൽ എങ്ങനെ ഒരാൾക്ക് മുക്തനാവാൻ സാധിക്കും? സംശയമുണ്ട്. ചോരം വാ താപസം വാപി സമാനം മന്യത്തെ കഥം. ഒരു കള്ളനെയും ഒരു തപസ്വിയെയും എങ്ങനെ ഒരേപോലെ കാണാൻ സാധിക്കും? കള്ളനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കണം, തപസ്വിയാണെങ്കിൽ തീർച്ചയായും രക്ഷിക്കണം. ഈ ദ്വൈതം രാജാവിൽ ഉണ്ടാവില്ല എന്തൊക്കെ വന്നാലും. അങ്ങനെയെങ്കിൽ ഈ സമാന ചിന്ത ഇല്ലാതിരുന്നാൽ മുക്തി എങ്ങനെ ലഭിക്കും? അപ്പൊ മുക്തിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് അഭേദ ചിന്തയാണ്. രണ്ട് എന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഒന്ന്, ഒരേ ഒരു ഈശ്വരൻ എന്ന ഭാവത്തിലേക്ക് എത്തേണ്ടേ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ സാധിക്കണു? ദൃഷ്ടപൂർവോ നമേ കശ്ചിൽ ജീവൻ മുക്തശ്ച ഭൂപതി ശങ്കേയം മഹതീയ താത ഗൃഹേ മുക്ത കഥം നൃപ. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ജീവൻ മുക്തനായ രാജാവിനെ കണ്ടിട്ടില്ല. ഗൃഹസ്ഥനായ രാജാവ് എങ്ങനെയാണ് ജീവൻ മുക്തനാവുന്നത്? അതാണ് ശങ്കേയം മഹതി, എൻ്റെ ഏറ്റവും വലിയ ശങ്ക, എൻ്റെ സംശയം എന്ന് പറയുന്നത് അതാണ്. ഇനി ദിദൃക്ഷാ മഹതി ജാത ശ്രുത്വാ തം ഭൂപതിം തഥാ സന്ദേഹ വിനിവൃത്യർത്ഥം ഗച്ഛാമി മിഥിലാം പ്രതി. ഇപ്പൊ ജീവൻ മുക്തനാണ് ജനകൻ എന്ന് കേട്ടപ്പോ തന്നെ അദ്ദേഹത്തെ കാണാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞു, ദ്രഷ്ടുമിച്ഛാമ്യഹം ഭൂപം വിദേഹം നൃപസത്തമം. അപ്പോ സന്ദേഹ വിനിവൃത്യർത്ഥം ഗച്ഛാമി മിഥിലാം പ്രതി. സംശയ നിവൃത്തിക്കായിട്ട് ഞാൻ മിഥിലയിലേക്ക് പോവുകയാണ് എന്ന് ശുകൻ പറയുന്നിടത്താണ് പ്രഥമസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നത്. നമുക്കും ഇപ്പോ നിർത്താം. ദേവീഭാഗവതം ആ 16-ാമത്തെ അധ്യായത്തോടു കൂടി സമർപ്പിക്കുന്നു. നാളെ 17-ാമത്തെ അധ്യായത്തിൽ ശുകൻ മിഥിലയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായി നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.